താളത്തിൽ മെല്ലെയാട്ടുമ്പോൾ എന്നോർമ്മയിൽ വന്നു നീലയാലേ നിലോളങ്ങൾ തീർക്കും ശ്രീകൃഷ്ണ. ഓയ്, എന്താണ് രാവിലെ തന്നെ തകർത്ത് പാചകമാണല്ലോ? എപ്പോൾ വരാമെന്ന് പറഞ്ഞാടാ, എന്താ വൈകി? നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. എന്ത് ചെയ്യാനാ, 1 മണിക്കൂറാണ് ഈ സാധനം കിടന്ന് തപ്പിയത്. എന്നിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് കിട്ടിയെന്നറിയോ? എവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നേ? അതല്ല ഏറ്റവും കോമഡി, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പിന്റെ തൊട്ട് പുറകിലായിരുന്നു ഈ സാധനം കിടപ്പുണ്ടായിരുന്നത്. കൊടുക്കുക, അവള് വേണ്ടി ഒന്ന് എടുത്തു തരാം. ചില കാര്യങ്ങൾ അങ്ങനെയാടാ, നമ്മൾ വീട് മുഴുവൻ തലകീഴായി മറിച്ചിട്ട് തപ്പിയാലും കിട്ടാത്ത വസ്തുക്കൾ നമ്മുടെ അമ്മമാർ ഭാര്യമാർ വന്ന് അവർ നിസ്സാരമായിട്ട് കണ്ടെടുത്ത് തരും. ഷോ, സത്യം. തോർത്തും സോക്സും പോലും എൻ്റെ മൂക്കിൻ്റെ തുമ്പെന്നുള്ളടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടൂല, അവള് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതെന്തുകൊണ്ടെന്ന് എനിക്ക് വരെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ കാരണം സ്ത്രീയുടെയും പുരുഷൻ്റെയും കാഴ്ചകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരേ ലോകത്തിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും ആണ് കാണുന്ന കാഴ്ചയല്ല പെണ്ണ് കാണുന്നത്. മനസ്സിലായില്ല? അതായത് 2 വശങ്ങളിലേക്കും ഒപ്പം മൂക്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഈ ഒരു പോർഷൻ, ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഫൈനർ ഡീറ്റെയിൽസ് പോലും സ്ത്രീകൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അവർക്ക് നമ്മൾ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് പെരിഫറൽ വിഷൻ ഭയങ്കര കൂടുതലാണ്. മനുഷ്യർ കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഗുഹാമനുഷ്യരുടെ കാലഘട്ടത്തിൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ജനിതക മാറ്റങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഹണ്ടർ ആൻഡ് ഗാദർ കാലഘട്ടം. ആണ് വേട്ടയാടി കൊണ്ടുവരികയും പെണ്ണ് പാചകം ചെയ്യും, കുടുംബകാര്യങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നൊരു സമയം. അന്ന് അടുക്കള മാത്രമല്ല, മൊത്തം ഭക്ഷ്യവകുപ്പും സ്റ്റോർ റൂമും അവരുടെ കസ്റ്റഡിയിലായിരുന്നു. ഒരു ഗുഹയും അതിനെ ചുറ്റിയിട്ടുള്ള കുറച്ചൊരു പ്രദേശവും, അവിടെയായിരുന്നു സ്ത്രീകൾ അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. സോ സ്വാഭാവികമായിട്ടും ആ ഒരു ചുറ്റളവിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ അവർക്ക് ആവശ്യമായ സ്കിൽസ് പ്രകൃതി കൂടുതലായിട്ട് അവരിൽ ഡെവലപ്പ് ചെയ്തെടുത്തു. ഒരേ സമയം ഒന്നിലധികം വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഓർത്ത് വെക്കുക, ഒരുമിച്ചിരിക്കുന്ന ഒരു കൂട്ടം വസ്തുക്കളുടെ ഇടയിൽ നിന്ന് തനിക്ക് വേണ്ട ഒരു വസ്തു മാത്രം കൃത്യമായിട്ട് തിരിച്ചറിയുക, അതുപോലെ മൾട്ടി ടാസ്കിങ്, ഇതുപോലെ ഉള്ള കഴിവുകളിൽ സ്ത്രീ പുരുഷനേക്കാൾ സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു ജനിതക മാറ്റത്തിൻ്റെ ഫലമായിട്ട് വളരെയധികം മുന്നേറി. അതുപോലെ തന്നെ ഈ നിറങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെക്കാളും നന്നായിട്ട് നിറം തിരിച്ചറിയാൻ പറ്റുന്ന സ്ത്രീകൾക്കാണെന്ന് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ഇപ്പോൾ ഈ നീലനിറം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇളം നീലയും കടും നീലയും മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ത്രീകൾ, അവർക്ക് ട്രൈപ്പൻ ബ്ലൂ, ഫ്രഞ്ച് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, സിയാൻ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇപ്പോൾ വസ്ത്രം എടുക്കാൻ പോകുന്നൊരു സമയം നീ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇപ്പോൾ നീ അല്ലെങ്കിൽ നിൻ്റെ ഗേൾ ഫ്രണ്ട് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് അവൾ നിനക്ക് കാണിച്ചു തരുന്ന 2 ഷർട്ടുകളായിരിക്കും, ഇതിലൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇത് രണ്ടും ലൈറ്റ് ഷെയ്ഡുകളായിരിക്കും. ഈ 2 ലൈറ്റ് ഷെയ്ഡുകൾ തമ്മിൽ നിനക്ക് വലിയ വ്യത്യാസം തോന്നില്ല, പക്ഷെ അവർക്ക് ആ വ്യത്യാസം കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. കറക്റ്റ്. അതുപോലെ നേരത്തെ പെരിഫറൽ വിഷൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, സ്ത്രീകൾക്കത് കൂടുതലാണെന്നും നമ്മൾക്കത് കുറവാണെന്നും. ഇത് പരിണാമം സംഭവിച്ച ചുറ്റുപാടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോയെന്നല്ല, ഇന്നും ആ ബന്ധമേ ഉള്ളൂ. കൃഷി ചെയ്ത് ഭക്ഷണം കണ്ടെത്തുന്ന സമൂഹമാണിന്ന്. പക്ഷേ മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആധുനിക മനുഷ്യവർഗം ഉണ്ടായത് 3.25 ലക്ഷം വർഷം മുമ്പാണ്. കറക്റ്റ്. എത്യോപ്യയിലെ ഓമോ താഴ്വരയിൽ നിന്നാണ് 1960കളിൽ ഈ ഫോസിലുകൾ കണ്ടെത്തിയതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, അത് തന്നെ. കൃഷി മനുഷ്യൻ ചെയ്തു തുടങ്ങിയത് 12,000 വർഷം മുൻപാണെന്നുണ്ടെങ്കിലും അത് ലോകം മുഴുവൻ വ്യാപിക്കാൻ പിന്നെ സമയമെടുത്തു. റൗണ്ട് ഫിഗർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷം വർഷത്തോളം നമ്മൾ വേട്ടക്കാരായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കടുവ, പുലി മുതലായിട്ടുള്ള ക്രൂര മൃഗങ്ങളോടും ഘോരമായ വനങ്ങളും അടക്കി ഭരിച്ച് ജീവിച്ച അതിസമർത്ഥനായിട്ടുള്ള ആ വേട്ടക്കാരൻ നമ്മളുടെ ജീനുകളിൽ ഇന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. കാലാന്തരങ്ങളായിട്ട് നമ്മൾ ശീലിച്ച അയാളുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ സ്വയം അറിയാണ്ട് ഇന്ന് പിന്തുടരുന്നുണ്ട്. ഏകദേശം മനസ്സിലായി, എന്നാലും കുറച്ചുകൂടെ തെളിച്ചു പറയാൻ പറ്റും? പറയാം. അതിനു മുമ്പ് നിന്റെ കയ്യിലിരിക്കുന്നൊന്ന് കുടിച്ചു നോക്ക്. കൊള്ളാം. ഇത് വല്ല നോർത്ത് ഇന്ത്യൻ റെസിപ്പി വല്ലതും ആണോ? അതെ, നോർത്ത് ഇന്ത്യൻ പാചകക്കാരൻ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോഴല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ്. അതാരാ ആ നോർത്ത് ഇന്ത്യൻ പാചകക്കാരൻ? ഭീമസേനൻ, പഞ്ചപാണ്ഡവരിലെ ഏറ്റവും നല്ല പാചക വിദഗ്ധൻ. പുള്ളിയാണ് ആദ്യമായിട്ട് ഈ പാനീയം ഉണ്ടാക്കിയത്.
ഏലക്കായ, കുരുമുളക്, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, പിന്നെ പഞ്ചസാര, ഇതെല്ലാം കൂടിയിട്ട് വെള്ളത്തിൽ കലക്കി മാങ്ങ, പച്ചമാങ്ങ നല്ലതുപോലെ പുഴുങ്ങിയെടുത്ത് അതിൻ്റെ പൾപ്പെടുത്ത് ഇതിൽ മിക്സ് ചെയ്യും. കൊള്ളാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ തണുപ്പിക്കാൻ വെക്കാം കുറച്ച് നേരം. പുള്ളി സ്ഥിരമായിട്ട് ക്ഷീണം അകറ്റാൻ വേണ്ടി ഒരു കുടിച്ചിട്ടുണ്ടായിരുന്ന പാനീയമാണ്. പേര് പ്രപാനകം. ഓ, പ്രപാനകം. ബൈ ദ വേ, ഇത് ഏത് ബുക്കിൽ നിന്നാണ് കിട്ടിയത്? അതറിഞ്ഞ നീ ഹീറാവില്ലടാ. ആ, ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും റെസിപ്പി കിട്ടിയല്ലോ, അത് മതി. അപ്പോൾ നമ്മൾ പറഞ്ഞത് പഴയ വേട്ടക്കാരൻ്റെ കഥ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പുരുഷൻ്റെ കാഴ്ചയുടെ സവിശേഷത. സ്ത്രീകളുടെ പോലെയുള്ള പെരിഫറൽ വിഷൻ അല്ല, നേരെ മറിച്ച് നേരെ മുന്നോട്ടുള്ള ടണൽ വിഷനാണ് പുരുഷൻ്റെ. അതായത് ഒരുതരം ബൈനോക്കുലറിൻ്റെ വിഷൻ എന്ന് പറയാം. അങ്ങ് ദൂരെ ചെടികളുടെ ഇടയിൽ മാനോ മുയലോ എന്തെങ്കിലും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ, മരത്തിൻ്റെ മുകളിൽ തന്നെ ആക്രമിച്ചു കൊല്ലാൻ വേണ്ടി കടുവയോ പുലിയോ എന്തെങ്കിലും പതിയിരിക്കുന്നുണ്ടോ, ഇത് നോക്കി ശീലിച്ച ഒരു വേട്ടക്കാരൻ്റെ അതേ വിഷനാണ് ജനറ്റിക്കലി കൈമാറി നമ്മൾക്കും കിട്ടിയിരിക്കുന്നത്. ആ വേട്ടക്കാരൻ്റെ ജാഗ്രതയും നോട്ടവും ഇപ്പോഴും നമ്മൾ വിട്ടു പോയിട്ടില്ല. ഇനി ഞാൻ നിനക്ക് മനസ്സിലാവണ മറ്റൊരു ഉദാഹരണം പറയാം. ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെയുള്ളൊരു പാർക്കിംഗ് സ്പേസ്. നീ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നിനക്കത് ഇവിടെ നിന്നേ കാണാൻ പറ്റും. പക്ഷേ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിൻ്റെ വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടാണ് നീ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര പെട്ടെന്ന് ആ സാധനം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നേരെ ടണൽ വിഷനായ കാരണം ഏതാണ്ട് ഒരു ബൈനോക്കുലർ പോലെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കണ്ണുകൾക്ക് ഈ പാർക്കിംഗ് സ്പേസുള്ള ഗ്യാപ്പ് കൃത്യമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതൊന്നും സ്ത്രീകളെ കൊണ്ട് സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഒരു പുരുഷൻ ചെയ്യുന്ന അത്ര അനായാസമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പെരിഫറൽ വിഷനിൽ, അതായത് അടുത്തുള്ള വസ്തുക്കൾ കാണുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ സമ്പൂർണ്ണ പരാജയമാണ്. സ്ത്രീകൾ അവിടെ വ്യക്തമായിട്ട് നമ്മൾ ഓവർ പവർ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ റൂമിൽ നമ്മളുടെ കബോർഡ് അല്ലെങ്കിൽ നമ്മുടെ അലമാരയിൽ വെച്ചിട്ടുള്ള നമ്മളുടെ ഡ്രസ്സുകൾ, എസ്പെഷ്യലി ഇന്നേഴ്സ് അല്ലെങ്കിൽ സോക്സുകൾ, ഇത് നമ്മൾ എത്ര തപ്പിയാലും കിട്ടില്ല. നമ്മൾ തപ്പിയാൽ കിട്ടാത്ത ഈ വസ്തുക്കൾ നിസ്സാരമായിട്ട് നമ്മുടെ ഭാര്യയമ്മ വന്നെടുത്ത് തരും. അത് മിക്കതും നമ്മുടെ മൂക്കിൻ്റെ തുമ്പിൽ നിന്നായിരിക്കും. പെരിഫറൽ വിഷനിൽ ഈ പരാജയത്തിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നീ നേരത്തെ പറഞ്ഞ നിന്റെ ചാവി കാണാല്ലേ എന്ന് പറഞ്ഞ സാധനം. റിമോട്ട്, ചാവി, കണ്ണട മുതലായിട്ടുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് പുരുഷൻ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാണ്ട് പോകുന്ന വസ്തുക്കളാണ്. ഇനി നിനക്കൊരു ലൈം ജ്യൂസ് കുടിക്കണം, നീ എന്താ ചെയ്യുക? ഫ്രിഡ്ജ് തുറന്ന് വെക്കും. ചിലപ്പോൾ 2 ദിവസം മുമ്പ് അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അരമുറി നാരങ്ങ ഫ്രിഡ്ജിലുണ്ടാവും. നീ എങ്ങനെ തപ്പിയാലും ഫ്രിഡ്ജിൽ നിന്ന് നിനക്ക് ആ നാരങ്ങ കിട്ടില്ല. സത്യമാണ് കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളോട് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നത്തിങ് ഈസ് ലോസ്റ്റ് അൺടിൽ യുവർ മദർ കനോട്ട് ഫൈൻഡ് ഇറ്റ് എന്നൊരു ഇംഗ്ലീഷ് പ്രോവർബ് തന്നെയുണ്ട്. ശരിയാണ്, സ്ത്രീകൾക്ക് കണ്ടെത്താൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഈവൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം. താങ്ക് യു. കാലങ്ങൾ